കൊല്ലത്ത് ടിപ്പർ ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്കൂട്ടറിൽ തട്ടി അപകടം. റോഡിൽ വീണ അമ്മയും മകളും ചെറുമകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം കുഴംകുളം ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ രാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അരുൺ, ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സ്തബ്ധനായി പോയി എന്ന് പറയാം. എന്താണ് സംഭവിച്ചത്? അതിന്റെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ അമ്മയ്ക്കും മകൾക്കും ചെറുമകൾക്കും ആ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഏൽക്കാതിരുന്നത്. ജീവൻ പോലും തിരിച്ചു കിട്ടിയത് ഏതോ മഹാഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ടൈറ്റാനിയം തേവലക്കര ജംഗ്ഷൻ റോഡിൽ ഈ കൂഴംകുളത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഈ സ്കൂട്ടറിനെ ഒരു ടിപ്പർ മറികടക്കുകയായിരുന്നു. ഈ ടിപ്പർ മറികടക്കുന്നതിനിടയിലാണ് ഈ സ്കൂട്ടറിന്റെ ഗ്ലാസിൽ തട്ടുന്നത്. തുടർന്ന് ഈ സ്കൂട്ടറിന് നിയന്ത്രണം വിടുകയും സ്കൂട്ടർ താഴേക്ക് പതിക്കുകയുമായിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, എതിരെ മറ്റു വാഹനങ്ങൾ വന്നിരുന്നില്ല, പിന്നാലെയും മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഗുരുതരമായ പരിക്കോ മറ്റു അപകടങ്ങളോ ഉണ്ടാകാതിരുന്നത്. ഈ വാഹനം ഓടിച്ചിരുന്ന മകൾക്ക് സാരമായ ചെറിയ രീതിയിലുള്ള പരിക്ക് മാത്രമാണുള്ളത്. അത് കാലിൽ മാത്രമാണ്. ഗുരുതരമായ പരിക്ക് 3 പേർക്കും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ സംഭവം. ഈ ടിപ്പർ ലോറി പിന്നീട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ 3 പേരെയും ചവറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് വിടുകയും ചെയ്തു. ഇത് അരുൺ, ഈ ടിപ്പർ ലോറി കണ്ടെത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് പിന്നാലെ വരുന്ന സ്കൂട്ടറിനെ മറികടന്ന് പോകുമ്പോൾ ഈ ഡ്രൈവർ, ഈ ടിപ്പർ ഓടിച്ചിരുന്ന ആൾ ഒട്ടും ശ്രദ്ധിക്കാതെയാണല്ലോ അതിൻ്റെ മുന്നോട്ട് കയറി പോകുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ സ്കൂട്ടർ പെടുന്നത്. അപ്പോൾ അത് അയാളുടെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ച അപകടമല്ലേ? ഇത് ഈ ടിപ്പർ ഉടമയെ അല്ലെങ്കിൽ ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും വിജയകുമാർ, ഈ ടിപ്പർ ഓടിച്ചിരുന്ന വ്യക്തിയുടെ അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് കാരണം. പ്രത്യേകിച്ച് ഈ സ്കൂൾ ടൈം അടക്കം മുന്നിൽ നിൽക്കുന്ന സമയമാണ്. 3 മണി മുതൽ സ്കൂൾ ടൈം തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ വേഗത്തിൽ ലോഡുകൾ എത്തിച്ച് കൂടുതൽ ലോഡുകൾ എടുക്കാനുള്ള ധൃതിയിലാണ് ഓരോ ടിപ്പർ ലോറി ഉടമകളും അല്ലെങ്കിൽ അതിന്റെ തൊഴിലാളികളടക്കം. അതിന്റെ വേഗതയുടെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പരാതി പറയുന്നത്. എന്തായാലും ഈ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഒടുവിൽ ഈ ടിപ്പർ ലോറിയെ കണ്ടെത്താൻ സാധിച്ചത്. അപകടത്തിന് ശേഷം ടിപ്പർ ലോറി നിർത്താൻ കൂട്ടാക്കിയില്ല. പിന്നാലെ ഈ നാട്ടുകാർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ടിപ്പർ ലോറി കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഡ്രൈവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം നടത്തിയതിൽ ഡ്രൈവർക്കെതിരെ കേസടക്കം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ഡ്രൈവറുടെ അശ്രദ്ധയാണ്. കാരണം ഓവർടേക്കിംഗ് നടക്കുമ്പോൾ പോലും മാന്യമായ രീതിയിൽ എതിരെ വരുന്ന സൈഡിലുണ്ടായിരുന്ന വാഹനം അതിനെ പൂർണ്ണമായും മറികടന്ന ശേഷമാണോ താൻ ഇടതുവശത്തേക്ക് വാഹനം തിരിച്ചത് എന്ന് പോലും ആലോചിക്കാതെയാണ് ഡ്രൈവർ വേഗത്തിൽ മറികടന്ന് പോയത്. അതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ 3 പേർക്കും ഗുരുതരമായ പരിക്കുകളോ അവർക്ക് ജീവഹാനിയോ ഉണ്ടാകാതിരുന്നത്. ഈ ദൃശ്യങ്ങൾ കൊല്ലത്ത് നിന്ന് വരുന്നതാണ്. അവിടെ റോഡിൽ വീണ അമ്മയും മകളും ചെറുമകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം കുഴംകുളം ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായത്. CCTV ദൃശ്യങ്ങളാണ്. അത് ടിപ്പർ ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്കൂട്ടറിൽ തട്ടിയാണ് ഈ അപകടമുണ്ടായത്. ആർക്കും കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നതൊരു ആശ്വാസമാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവർ രക്ഷപ്പെട്ടു, മറ്റ് അപകടങ്ങളൊന്നുമില്ലാതെ എന്ന് നമുക്ക് ആശ്വസിക്കാം.